സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. പാലക്കാട് സ്വദേശിനിക്കാണ് രോഗം. യുവതി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇതോടെ തച്ചനാട്ടുകര പഞ്ചായത്തിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. വിവരങ്ങളുമായി CB അനുമോദ് ചേരുന്നു. അനുമോദ്, എങ്ങനെയാണ് ഈ യുവതിക്ക് രോഗം പിടിപെട്ടതെന്ന് അറിയണം. അതപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? ടോം, ഈ രോഗത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണ് എന്ന് അറിയുന്നതിനാണ് ആദ്യത്തെ പരിഗണന കൊടുക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള അന്വേഷിക്കാനുള്ള യോഗങ്ങൾ ഇന്ന് വൈകുന്നേരം ചേരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും അവസാനമായി വന്ന വിവരങ്ങൾ അനുസരിച്ച് 56 പേരാണ് ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആർക്കും തന്നെ രോഗലക്ഷണങ്ങളില്ല എന്നൊരു ആശ്വാസ വിവരമാണ് ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നത്. യുവതി രോഗം സ്ഥിരീകരിച്ച ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലുള്ള യുവതി അവർ പൊതുഗതാഗത രംഗം അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു രോഗം പരക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് വിവരിക്കുന്നത്. പക്ഷേ ഈ യുവതി ആദ്യം പോയ ആശുപത്രി, അതുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങൾ, ഇതൊക്കെ തന്നെ ഇതിനോടകം തന്നെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് യുവതിയുമായിട്ട് എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ, അവരെ ചികിത്സിച്ചവർ തുടങ്ങിയവർക്ക് തന്നെ നിലവിൽ ക്വാറന്റൈനിലാണുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ എവിടെ നിന്നാണ് ഈ രോഗം വന്നത് എന്നത് അറിയുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി 5 വാർഡുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡും അതുപോലെ കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 അങ്ങനെ 6 വാർഡുകൾ ഇതിനോടകം തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ കർശന നിയന്ത്രണമാണ്. കടകൾ 8 മുതൽ 6 വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 3 ദിവസത്തേക്ക് പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. ആരാധനാലയങ്ങൾ, ഇവിടെ കൂട്ടം ചേർന്നുള്ള പ്രാർത്ഥനകളൊക്കെ ഈ ദിവസങ്ങളിൽ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിപയെ നേരിടുവാൻ സാധാരണഗതിയിൽ എടുക്കുന്ന നടപടികൾ തന്നെയാണ് ഇവിടെയും എടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരം പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വന്നതിന് ശേഷം കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമോ, കൂടുതൽ മേഖലകൾ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടെന്ന് വൈകുന്നേരം ഇക്കാര്യങ്ങൾ ആലോചിക്കുവാനായിട്ട് ഉദ്യോഗസ്ഥരുടെ യോഗവും അതിൽ പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ടോം. പാലക്കാട് സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തച്ചനാട്ടുകര പഞ്ചായത്തിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചത്. യുവതിയുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ്.